പൂരത്തിന് പോയി തിരിച്ചു വരാൻ വൈകി. കാര്യസ്ഥനും കൂടെയില്ല. വഴിയിലെ വീട്ടിൽ നിന്ന് വാങ്ങിയ ചൂട്ടുമായി രാഘവൻ നായർ വയൽവരമ്പിലൂടെ മുന്നോട്ടു പോയി. ചൂട്ട് കത്തിത്തീരും മുമ്പ് വീട് പിടിക്കണം. കാവിനരികിലൂടെ പോയാൽ എളുപ്പം വീടെത്താം. ഇഴജാതികളെയാണ് ഭയം. അമാവാസി ആയതുകൊണ്ട് എങ്ങും ഇരുട്ടാണ്. അയാൾ അടുത്തുള്ള തോട്ടിൽ കാല് കഴുകി ഇടവഴിയിലേക്ക് നടന്നു. കാവിൽ വിളക്ക് വെപ്പൊന്നുമില്ല. ജ്യേഷ്ഠനുമായുള്ള സ്ഥലത്തർക്കത്തിന് തീർപ്പായിട്ടില്ല. ഈ കാവ് കയ്യിൽ വന്നിട്ട് വേണം ഇവിടം വൃത്തിയാക്കി വിളക്ക് വെക്കലും ആരാധനയുമൊക്കെ തുടങ്ങാൻ. അയാൾ കാട് പിടിച്ച് കിടക്കുന്ന കാവിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് പിന്നിൽ ഒരു കാലൊച്ച കേട്ടത്. ആരാണത്? അയാൾ തിരിഞ്ഞു നോക്കി. ഒന്നുമില്ല, തോന്നിയതാവും. അയാൾ നടത്തത്തിന്റെ വേഗത കൂട്ടി. കയ്യിലുള്ള ചൂട്ട് കത്തി തീരാറായിരിക്കുന്നു. പെട്ടെന്നാണ് ഒരു കറുത്ത പട്ടി അയാളുടെ മുന്നിലേക്ക് ചാടിയത്. അതിൻ്റെ കണ്ണിലെ ചോരത്തിളക്കം അയാളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. അത് മുരണ്ടുകൊണ്ട് അയാളുടെ ചുറ്റും നടന്നു. അയാൾ അടിമുടി വിറച്ചു. കാലുകൾ അനക്കാനാവുന്നില്ല. സർവ്വധൈര്യവും സംഭരിച്ച് കയ്യിലെ ചൂട്ട് അയാൾ അതിൻ്റെ മേലേക്ക് എറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് അത് അപ്രത്യക്ഷമായി. പക്ഷെ ആശ്വസിക്കാൻ പോലും സമയം കിട്ടും മുമ്പ് അവിടെ ഒരു കൂറ്റൻ കാള പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ ഒരു ചെവിയുടെ സ്ഥാനത്ത് മനുഷ്യൻ്റെ ചെവിയായിരുന്നു. കുത്തുകൊണ്ട് അയാൾ മലർന്നു വീണു. പെട്ടെന്നൊരു മിന്നായത്തിൽ അയാൾ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. 2 കൈയും കുത്തി കാള പോലെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ശരീരം മുഴുവൻ കറുത്ത കരി പൂശിയിരിക്കുന്നു. അയാൾ ചിരിച്ചു. ഒടിയൻ. രാഘവൻ നായരുടെ അലർച്ച ആ കാവിന് വെളിയിൽ പോകും മുമ്പ് അയാൾക്ക് വയറിൽ കുത്തുകൊണ്ട് ജീവൻ നഷ്ടമായിരുന്നു. ഇരുട്ടിലേക്ക് ആ ഒടിയനും മറിഞ്ഞിരുന്നു. അയാളുടെ ജ്യേഷ്ഠൻ കാവലിരിക്കുന്ന സ്ഥലത്തിനായിട്ട് അനുജനെ കൊല്ലാൻ അയച്ച വാടക കൊലയാളിയായിരുന്നു അത്രേ ആ ഒടിയൻ.